എപ്പോ? ഈശ്വര, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഇവരച്ഛൻ വരട്ടെ, എന്നിട്ട് പറയാം. അതെ, വെക്കട്ടെ. എന്താ മമ്മി? EMS മരിച്ചു. അച്ചാച്ചനെ വിളിക്കട്ടെ? വേണ്ട, ഇതും കൂടി കേട്ടാ എന്താ ഉണ്ടാവെന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ തന്നെ എപ്പോ ഒരു എരിപൊരു സഞ്ചാരം പോലെയാ. നിങ്ങൾ അച്ഛനൊന്ന് വേഗം വന്നു കിട്ടിയാ മതിയായിരുന്നു. അപ്പൊ നാളത്തെ പരീക്ഷ എന്തായാലും മാറ്റിവെക്കും. എക്സാം പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുണ്ട്. 2 തവണ ചീഫ് മിനിസ്റ്റർ ആയാളല്ലേ. അറിഞ്ഞോ? മേസ്ത്രീനെ അറിയിച്ചോ? അറിയിച്ചിട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് മേസ്ത്രിക്ക്? 2-3 ദിവസമായിട്ട് വളരെ മോശ. ഒന്നും ഓർമ്മയില്ലാത്ത പോലെ. ഇപ്പൊ എന്തായാലും വിളിക്കണ്ട, ഇവരച്ഛൻ വരട്ടെ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഞ്ജു. EMS നമ്പൂതിരിപ്പാട് അന്തരിച്ചു. ഇന്ന് വൈകിട്ട് 3:40 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഗുരുതരമായ ന്യൂമോണിയ ബാധിച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് EMSനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും വിദഗ്ധ ചികിത്സ നൽകുകയും ചെയ്തെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസ പുരുഷനായ EMSന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഉച്ചയ്ക്ക് കർഷകന്മാരെ തൊഴിലാളി വർഗമേ ചൂഷിതന്മാരെ ദരിദ്രന്മാരെ വന്നു തടിക്കുക ചെങ്കൊടി കീഴിൽ നാം ഒന്നു തയ്യാറായി പുറപ്പെടുക. 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 വാനിലുയരട്ടെ ഈ കൊടി, വാനിലുയരട്ടെ ഈ കൊടി, EMS പാർട്ടി ഓഫീസിൽ നിന്ന് സുകുമാരൻ മാഷ് വിളിച്ചിന് അച്ഛനോട് വിവരം പറയാൻ. നന്നായി. ഈ വിവരങ്ങളും എന്നെ അറിയിക്കണമെന്ന് സഹായം തോന്നിയില്ല.
അച്ഛനെ? ഒന്നുമില്ല മോളെ. നീ ലേശം വെള്ളം ഇങ്ങെടുത്തോ. അനു, അനു, എന്താ മമ്മി? കുറച്ച് വെള്ളം ഇങ്ങടുത്തെ. അച്ഛനിപ്പോ ഒന്നും ആലോചിക്കണ്ട. എന്താലോചിക്കാനാ? എല്ലാം കഴിഞ്ഞില്ലേ? ജനിച്ച ഒരിക്കൽ മരിക്കണ്ടേ ആരായാലും? എന്നാലും EMന് മരണം ഉണ്ടാവുമെന്ന് ആലോചിക്കാൻ പറ്റിയില്ല. എന്നെക്കാളും 10-11 വയസ്സിന് മൂപ്പുണ്ടാവും. 89 years. അത്രയും വയസ്സാകും വരെ ആളുകൾ ജീവിക്കോ മമ്മി? ഇന്നാള് ടിവിയിലുണ്ടായിന് അപ്പുറം ഇപ്പുറം ഒരാളെ പിടിച്ചിട്ട് സ്റ്റേജ് മേലെ കയറ്റുന്നത്. വല്ലാത്ത നിക്കലാ. എന്നാലും എനിക്കിഷ്ടാ. ആ നടത്തും പല്ലില്ലാത്ത ചിരിയും കാണുമ്പോ പാവം തോന്നും. വായി അടക്കടി. ഓരോ വിട്ടിത്ത് എഴുന്നള്ളിക്കാണ്ട് പോയി പഠിക്കുന്നുണ്ടാ. നാളെ പരീക്ഷ എഴുതണ്ടയാ. നാളെ എന്താ പരീക്ഷ? ഹിന്ദി. ജോഷി വന്നില്ലേ? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാക്കി ലിബറേഷൻ. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാക്കി ലിബറേഷൻ. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാക്കി ലിബറേഷൻ. നമ്മൾ കൊയ്യും. ഒന്ന് ആവേശത്തിൽ വിളിക്കേണ്ട പെങ്ങന്മാരെ. ഒരു കർഷക തൊഴിലാളികളുടെ സ്പിരിറ്റ് ഒക്കെ വരട്ടെ. ഒന്ന് പോയി പറഞ്ഞു കൊടുക്ക്. സൂക്ഷിച്ച വിനോദ്, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? ഒന്ന് ഉഷാറായി വിളിക്കണം. റെഡിയല്ലേ? ആദ്യം വയസ്സോട്ടേക്ക്, പിന്നെ മുന്നോട്ട് വേട്ടെ, പിന്നെ കറുത്ത വെള്ള ഓക്കെ.